നമ്മുടെ കേരളത്തിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. റോഡുകൾ ഒരു ഭാഗത്ത് നിന്ന് തറയുകയും മറ്റേ ഭാഗത്ത് നിന്ന് അത് പലപ്പോഴും പൊട്ടിപ്പൊടിയുകയും ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദേശീയപാതയുടെയൊക്കെ വളരെ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പരിശോധനകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ ജമ്മു കാശ്മീരിൽ പണിത നാഷണൽ ഹൈവേയിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ പണിത നാഷണൽ ഹൈവേയിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇറക്കിയിട്ടാണ് അവിടെ സൈനിക അഭ്യാസം നടത്തിയ നാഷണൽ ഹൈവേയിലാണ്. അതാണ് അതിൻ്റെ ഉറപ്പ്, അതാണ് അതിൻ്റെ മേന്മ, അതാണ് അതിൻ്റെ ഗുണനിർമ്മാണത്തിലെ വൈദഗ്ധ്യപൂർണ്ണമായിട്ടുള്ള ആ ഒരു മേന്മ. പക്ഷേ നമ്മുടെ കേരളത്തിലെല്ലാം അഴിമതിയാണ്. ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ്, അതുപോലെ തന്നെ കരാറുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് തീവെട്ടി കൊള്ള നടത്തുകയാണ്. അത് നിശ്ചയമായും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഏത് റോഡായാലും, നാഷണൽ ഹൈവേ ആണെങ്കിലും അല്ല സംസ്ഥാന പാതയാണെങ്കിലും ഏതാണെങ്കിലും, ഇവിടെ നടന്നു വന്ന ശീലിച്ചു വന്ന വഴിയിൽ തന്നെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്തം പ്രതിഷേധാർഹമാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, അവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യണം, അവരെ തുറുങ്കിലടക്കണം എന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ ജീവൻ കൊണ്ട് കളിക്കാൻ പാടില്ല. ഏതായാലും ഇവിടെ അവകാശവാദം ഉന്നയിച്ച ആളുകൾ അവര് പരിഹാസ്യരായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്.